തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ ആവേശം കണ്ടു പറഞ്ഞു, ഉമ്മു ഉമാറ, നിങ്ങളുടെ സഹനശക്തി അപാരം തന്നെ. നിങ്ങൾ ഈ ചെയ്തതുപോലെ ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ധീരതയും സാഹസികതയും പ്രകടമാക്കിയ ഒട്ടേറെ വനിതകളുണ്ട്. അത്തരമൊരു പൊൻതൂവലാണ് അൻസ്വാരിയായ നുസൈബ എന്ന ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹു. മികച്ചൊരു കുടുംബിനി കൂടിയായിരുന്നു അവർ. തൻ്റെ 2 മക്കളെയും അഖബ ഉടമ്പടികളിൽ പങ്കാളിയാക്കിയ മഹദിയാണവർ. മതനിഷ്ഠകളും ധാർമ്മിക മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ചരിത്രത്തിൽ ഇടം നേടാമെന്ന് മഹദി ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. സൂറത്ത് അഹ്സാബിലെ 35-ാം സൂക്തത്തിൽ പുരുഷനു തുല്യമായ ഗുണവിശേഷങ്ങളും മഹത്വങ്ങളും പ്രതിഫലവും സ്ത്രീകൾക്കും ലഭിക്കുമെന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം സ്വജീവിതത്തിലൂടെ മഹദി പ്രകാശിപ്പിച്ചു. അയ്യാമുത്ത് തശ്രീഖിൻ്റെ 2-ാം നാൾ ജംറത്തുൽ അഖബക്കടുത്ത് വളരെ രഹസ്യമായി നടന്ന 2-ാം അഖബ ഉടമ്പടിയിൽ 73 പുരുഷന്മാരോടൊപ്പം ചേർന്ന 2 സ്ത്രീകളിൽ ഒരാൾ ഉമ്മു ഉമാറ ബീവി റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ. സുഖത്തിലും ദുഃഖത്തിലും സൗഭാഗ്യത്തിലും ദൗർഭാഗ്യത്തിലും ഞങ്ങൾ അങ്ങയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഏതവസരത്തിലും സത്യം മാത്രമേ പറയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും ഞങ്ങൾക്ക് ഭയക്കുകയില്ല എന്നവർ പ്രതിജ്ഞ ചെയ്തു. അതോടെ യസ്രിബ് നിവാസികൾ അൻസ്വാരികളായി മാറി. ഉടമ്പടി കഴിഞ്ഞ് അത്യാവേശത്തോടെ യസ്രിബിലെത്തിയ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. യസ്രിബിനെ മദീനത്തുർ റസൂലുള്ളാഹിയാക്കി മാറ്റുന്നതിൽ മഹദിയുടെ പങ്ക് നിർണായകമായി. യസ്രിബിലെ പ്രസിദ്ധമായ ഖസ്റജ് ഗോത്രത്തിലാണ് മഹദിയുടെ ജനനം. ധീരവനിതയായിരുന്നു ബീവി. ഒരു പുലിയുടെ ശൗര്യത്തോടെ ഉഹദ് രണാങ്കളത്തിൽ ഓടി നടന്നു അവർ. അപ്രതീക്ഷിതമായ ശത്രുക്കളുടെ കടന്നാക്രമണമുണ്ടായപ്പോൾ എല്ലാവരും ഒരു നിമിഷം അന്തിച്ചു നിന്നുപോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കരികിൽ വിരലിലെണ്ണാവുന്ന സ്വഹാബികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹദിയുടെ ഉള്ളൊന്ന് കാളി. വാളെടുത്തവർ മുമ്പോട്ട് കുതിച്ചു. മനം നിറയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു പോറൽ പോലും ഏൽക്കില്ലെന്ന് അന്ന് പ്രതിജ്ഞ ചെയ്തതാണല്ലോ. ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകളെ സ്വശരീരം കൊണ്ടവർ തടുത്തു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷാകവചമായി നിലകൊണ്ടു. ഒന്നിനു പിറകെ ഒന്നായി വന്ന കുതിരപ്പടയാളികളെയൊന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കെത്താൻ അനുവദിക്കില്ലെന്ന വാശിയിലായിരുന്നു ബീവി. എല്ലാം നേരിൽ കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയുടെ ആവേശം കണ്ടു പറഞ്ഞു, ഉമ്മു ഉമാറ, നിങ്ങളുടെ സഹനശക്തി അപാരം തന്നെ. നിങ്ങൾ ഈ ചെയ്തതുപോലെ ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. ഉഹദ് യുദ്ധത്തിലേറ്റ പരിക്കു കാരണം ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും മഹദിയുടെ ആവേശം തളർന്നില്ല. തുടർന്ന് ഖന്ദഖ്, ഹുദൈബിയ്യ, ഫത്ഹു മക്ക, ഹുനൈൻ, ഖൈബർ തുടങ്ങിയ യുദ്ധങ്ങളിലെല്ലാം അവർ സേവനനിരതരായിരുന്നു. ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയായിരുന്നു അവർ പടക്കളത്തിലിറങ്ങിയത്. സ്വഹാബികൾക്കിടയിലും ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ ആദരണീയരായിരുന്നു. അവർ പല കാര്യങ്ങളിലും മഹദിയോട് അഭിപ്രായങ്ങൾ ആരായാറുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില ഹദീസുകൾ മഹദി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ആദ്യ ഭർത്താവ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം വസിയ്യത്ത് ബനു അംർ അവരെ വിവാഹം ചെയ്തു. ഹിജ്റ 13-ാം വർഷം മദീനയിൽ വച്ചവർ ഇഹലോകവാസം വെടിഞ്ഞു.